എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഈ ദാടി വയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഇത് ഇന്നത്തെ മാതൃഭൂമി വന്ന ഒരു ന്യൂസും കൂടിയാണ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനതൊരു വീഡിയോ ആക്കുകയാണ്. സാധാരണ ദാടി വയ്ക്കുന്നവരിൽ കണ്ടുവരുന്നതും നാം അറിയാത്തതുമായ ചില ദൂഷ്യഫലങ്ങളുണ്ട്. അതിൽ പ്രധാനം, ദാടി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നാം കഴിക്കുന്ന ആഹാരം അതും ഓയിൽ കണ്ടൻസ് കൂടുതലുണ്ടെങ്കിൽ ഈ ആഹാരം കഴിക്കുമ്പോൾ നാം അറിയാതെ തന്നെ അതിൻ്റെ ചില ഓയിൽ കണ്ടൻസ് ഈ ദാടിയിൽ തെറിക്കാറുണ്ട്. നാം ശ്രദ്ധിക്കത്തില്ല. ഒന്ന്. രണ്ടാമത്, ചിലർ കാണിക്കുന്നത് എപ്പോഴും ഈ ദാടി ഇങ്ങനെ തലയൊടിക്കും, ദാടി ഇങ്ങനെ തടകി കൈ വച്ചിരിക്കും. അതൊരു ഫാഷനാണ്, ഒരു സ്റ്റൈലായിരിക്കാം. അതിൽ ആ കൈകൾ ഇവരറിയാതെ തന്നെ ഏതെങ്കിലും ഫംഗസ് ഉള്ള പ്രതലങ്ങളിൽ കൈവച്ച്, പ്രത്യേകം ഈവൻ ടേബിളായിരുന്നാലും ശരി, ടേബിൾസ് എനിത്തിങ് ഏതിൽ വെച്ച് കഴിഞ്ഞാലും ചില സൂക്ഷ്മജീവികളുണ്ട്, നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അത് ബാക്ടീരിയയോ ഫംഗസോ ഇത് കയ്യിൽപ്പെടുകയും ഈ കൈ തന്നെയാണ് നമ്മുടെ ദാടിയിൽ തടയുകയും ചെയ്യുന്നത്. ആ ഫംഗസ് ഈ ദാടിക്കുള്ളിൽ കിടക്കുന്നു. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നതൊന്നുമല്ല. നാം പ്രധാനമായി ഒന്ന് ചിന്തിക്കേണ്ട, നമ്മൾ ആരോടെങ്കിലും ഒരു 100 പേരോട് നിങ്ങൾ എന്തിനാണ് ഈ ദാടി വളർത്തുന്നത്, എന്ത് ഷേവ് ചെയ്തുകൂടെ? അവർ കുറച്ച് പേരെങ്കിലും പറയും, എനിക്കൊരു അലർജി ഉണ്ട്, ഷേവ് ചെയ്താൽ മുഖമെല്ലാം ഒരു വല്ലാത്ത സ്കിൻ ഇറിറ്റേഷൻ പോലെയൊക്കെയാകും. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഈ ഫംഗസ്. അത് ഫംഗസ് ഉള്ളവരിൽ ഉണ്ടായി കണ്ടുവരുന്നത്. കാരണം ഈ ദാടി വെച്ച് കഴിയുമ്പോൾ ഇവർ ഇതിനകത്ത് ഷേവ് ചെയ്യത്തില്ല. പിന്നെ ഇവർ ഈ വാഷ് ചെയ്യുമ്പോൾ ആ ദാടിക്കൊന്നും അത്ര വലിയ കെയർ കൊടുക്കുന്നുമില്ല. ഇനി ദാടിക്കാരോട് പറയാണ്, നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ആ ദാടിക്ക് പ്രത്യേകം കെയർ കൊടുക്കണം. അപ്പോൾ ചോദിച്ചേക്കാം, സ്ത്രീകൾ മുടി വളർത്തില്ല, അവർക്കുണ്ടോ ഫംഗസ്? ചില സ്ത്രീകൾക്ക് ഒരു അസുഖമുണ്ട്, പക്ഷേ എങ്കിൽ തന്നെയും ഈ ഫംഗസ് അവർക്കുണ്ടായി. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർ എപ്പോഴും ഷാമ്പു ഉപയോഗിക്കാറുണ്ട്. മുന്തിയതിന് ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരില്ല. എന്നാൽ ദാടിക്കാരും ഷാമ്പു ഉപയോഗിക്കാറില്ല. ജനറലി കഷ്ടിച്ചൊരു സോപ്പ് എന്തെങ്കിലും ഉപയോഗിക്കും. സോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. അതായത് ഇതുവരെയുള്ള ഗവേഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ രൂപങ്ങളിൽ ഉണ്ടാകുന്ന ഫംഗസ് ബാക്ടീരിയക്കാരും ഏറ്റവും കൂടുതലാണ് മനുഷ്യൻ്റെ ദാടിക്കുള്ളിൽ ഉണ്ടാകുന്നത്. വളരെ അറിയേണ്ട ഒരു വ്യക്തമായ ഒരു വിവരമാണ്. നായ്ക്കൾക്കുമുണ്ട് ഈ ഫംഗസും ബാക്ടീരിയയൊക്കെ, നാം വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കും. ഇതേ സെയിം തന്നെ ഈ ദാടി വളർത്തുന്നവർക്കുമുണ്ട്. എന്നാൽ ഈ നായ്ക്കളിൽ കാണുന്ന ഫംഗസ് ബാക്ടീരിയക്കാരും കൂടുതൽ ശക്തിയേറിയതാണ് മനുഷ്യൻ്റെ ദാടിക്കുള്ളിലിരിക്കുന്ന ഈ ഫംഗസും ബാക്ടീരിയയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ദാടിക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഫാഷന് വളർത്തുകയായിരിക്കും ഒരു കൂട്ടർ അലസരായി എന്തിനാണ് വെറുതെ ഷേവ് ചെയ്യുന്നത്, ചുമ്മാ അത് ബുദ്ധിമുട്ടതല്ല. അതങ്ങനെ ഒരു ശരിക്കും ഡ്രസ്സിങ് വരെ ചെയ്യാതെ അങ്ങനെ ചില ദാടികളൊക്കെ വളരെ ഇറിറ്റേറ്റ് ചെയ്യും. കാരണം യാതൊരു ഷേപ്പിനെ ഇങ്ങനെ അങ്ങോട്ട് വളർത്തി പോവുകയാണ്. എന്തോ അവർ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈശ്വരൻ തന്ന നമ്മുടെ മുഖം, ആ മുഖത്തെ രോമങ്ങൾ കൊണ്ട് മറച്ച് എന്ത് നിർവൃതിയാണ് ഇവർ നേടുക എന്ന് നമുക്കറിയില്ല. ഒന്നാമത് ഇവരെ പരസ്പരം ഒന്ന് കണ്ടറിയാൻ പറ്റില്ല. നാം ഒരു വ്യക്തിയെ ഒന്ന് കണ്ട്
അത് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞാണ് നാം ഇദ്ദേഹം ദാടി വളർത്തുന്ന ആളായിട്ടാണ് നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, സംസാരിക്കണം, പേര് പറയണം. കാരണം ഇയാളുടെ മുഖം മൊത്തം മറഞ്ഞു പോയിരിക്കുകയാണ്, രോമം കൊണ്ട് മറച്ചിരിക്കുകയാണ്. സോ ഇതൊരു പുതിയ ഗവേഷണമാണ്. ഗവേഷണത്തിൻ്റെ ഫലമായി കിട്ടിയ അറിവാണ്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ നിന്നും കിട്ടിയ ഒരു അറിവാണ്. അതാണ് ഞാനിങ്ങനെ ഇതിൻ്റെ വീഡിയോ രൂപേണ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ഇനി ദാടി വളർത്തുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. അലസമായി ദാടി വളർത്തുന്നവർ ശരിക്ക് ട്രിം ചെയ്ത് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അവസാനം ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് ദാടി എടുക്കേണ്ട ഒരു സ്റ്റേജ് വന്നാൽ അവിടെ മൊത്തം ഫംഗസ് ചെയ്യാം, മുഖമെല്ലാം മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല, ഡാമേജ് ആകും. അതുകൊണ്ട് ഇനിയെങ്കിലും ആൾക്കാർ ദാടി വളർത്തുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ശരീരത്തിൽ ആവശ്യമല്ല ഫംഗസും ബാക്ടീരിയയും അതിനുള്ളൊരു കൂടായി മാറ്റണമോ? ഈ ദാടി അവരുടെ കൂടാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നടത്തിക്കോളൂ, പ്രോബ്ലമില്ല. ഈ വീഡിയോ ഒരുപക്ഷെ ചിലരെ ഇറിറ്റേറ്റ് ചെയ്യുമായിരിക്കും. ഇത് ഇറിറ്റേറ്റ് ചെയ്തല്ല, ഇത് മാതൃഭൂമിയിൽ ഇന്ന് വന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.